ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 800 കുറേ നാളായിട്ട് എടുക്കാതെ ഷെഡിലാണ്. അത് ടയർ പഞ്ചറായി കിടന്നാണ്. പിന്നെ കൊണ്ടുപോകാൻ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിയാക്കില്ല. ഇനിയെങ്കിലും അത് ശരിയാക്കിയില്ലെങ്കിൽ വണ്ടി ഉപയോഗശൂന്യമായി പോകും. ബാക്കിൽ ലെഫ്റ്റ് ടയറും ഫ്രണ്ടിൽ റൈറ്റ് ടയറും ഒരു അട വെച്ചു. എന്നിട്ട് ഫുള്ള് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് പരിപാടി. ഫുള്ള് പൊടിയും ചെളിയൊക്കെ ആയി. ഏകദേശം 1 മാസത്തോളം ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളെ ഇഗ്നിസിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ ഞാൻ ഇത് ബൈക്കിൽ കൊണ്ടുപോകും. ഇഗ്നിസിലിങ്ങനെ ലോക്കൽ ഓട്ടത്തിനൊന്നും ഞാൻ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കാറില്ല. ബൈക്കിൽ കൊണ്ടുപോകൽ പണിയാണ്, പക്ഷേ കുഴപ്പമില്ല, അതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ വേറൊരു കോമഡി, അവിടെ ചെല്ലുമ്പോൾ അങ്ങേര് തുറന്നില്ലെങ്കിൽ കോമഡി ആയിരിക്കും. പാൻറ് മാറ്റിയിട്ട് പോകുന്നതാണ് നല്ലത്. കേൾക്കാമോന്ന് അറിയാൻ വയ്യ പാട്ടുകൾ, അമ്പലത്തിലെ പാട്ട്. കാരണം ഇതായിരിക്കാം അഴുക്കാവും. പാൻറ് മാറ്റി ഒപ്പം എന്താ ഈ ഒരു സാധനങ്ങൾ വെച്ചു. അതാകുമ്പം ഈ ട്രാക്ക് ഷൂട്ടിൽ നേരെ സാധനങ്ങൾ, ഫോണും അങ്ങനെയുള്ള കാര്യങ്ങൾ നേരെ ഇരിക്കില്ല, ചിലപ്പോൾ റോട്ടിൽ പോവും. ഇനി പാൻറ് അഴുക്കാവും എന്ന് പേടിയും വേണ്ട. ഓക്കെ, പോവാം. കാൽപാദം ഒരു മുറിവ് എങ്ങനെ വന്നതെന്നറിയാമോ? ലക്കി തന്ന സമ്മാനം. നടക്കാൻ വലിയ പ്രയാസം. എന്ത് കയറിയിട്ടാണ് ഈ പഞ്ചറായെന്നൊരു പിടിയില്ല. ഇപ്പോൾ കാണാം വില്ലൻ ആരെന്ന് ഇപ്പോൾ കാണാം. ഇതായിരിക്കണം ഈ ആണിയാണ് സംഭവം. ഇതെന്തൊരു ഒരു ഒടുക്കത്തെ സാധനം. ആണിയല്ല, സ്ക്രൂവിൻ്റെ ബാക്കിയാണ്. എടാ ഭീകരാ. അങ്ങനെ പഞ്ചർ ഒട്ടിച്ച് 100 രൂപ കൊടുത്ത് ബൈക്കിൽ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. നല്ല ചൂട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുള്ള് തുരുമ്പിച്ച്. തോന്നുന്നു കുറച്ചുകൂടെ പൊക്കേണ്ടി വരും. കാറ്റില്ലാത്തപ്പോഴേ ഹൈറ്റ് കുറവായിരുന്നു. കാറ്റ് കൂടിയപ്പോൾ ടയറിൻ്റെ ഹൈറ്റ് കൂടി. ഇനി ഇത് കുറച്ചുകൂടെ പൊക്കേണ്ടി വരും. ഞാൻ വേണ്ട ജാക്കിക്ക് സ്പെഷ്യൽ ടൂളൊക്കെ ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഈ വണ്ടിയിലൂടെ കിട്ടി ജാക്കി മാത്രമേ ഉള്ളായിരുന്നു. ജാക്കിയുടെ ഈ സംഭവം ഉണ്ടല്ലോ, ലിവർ അതില്ലായിരുന്നു. അങ്ങനെ സ്പെഷ്യലായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ടൂളാണിത്. നട്ടിടുമ്പോൾ ഇങ്ങനെ 2 കുറുകെയുള്ള സൈഡിലാണ് ഇടാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിട്ട് ടൈറ്റാക്കി ഓരോന്ന് ഇത് 2 ടൈറ്റാക്കണം, ഇവിടെയും ടൈറ്റാക്കണം. കൈ വെച്ച് ഇങ്ങനെ ഒരുവിധം മുറുക്കിയിട്ട് ടൈറ്റ് ചെയ്യാൻ മാത്രം സ്പാനർ യൂസ് ചെയ്താൽ മതി എന്നതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കിതൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇതും ആദ്യം ടൈറ്റ് ചെയ്യണം. അതിനുശേഷം ഇതും കൂടെ ടൈറ്റ് ചെയ്യണം. ജാക്കി ലൂസ് ചെയ്യാൻ നമ്മളെ കൈ തന്നെ മതി. കാരണം മറ്റേതിട്ട് കറക്കാൻ കുറച്ച് പാടാണ്. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ടൂളായതുകൊണ്ട് ഈ സാധനമായിട്ട് കറക്കുന്നതിനെക്കാട്ടി ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നു. ടയറിങ്ങനെ തറയെ തട്ടി അല്ലെങ്കിൽ വെയിറ്റ് ഫുള്ളും ടയറിൽ കൊടുത്ത് ജാക്കി മാറ്റിയിട്ട് വേണം, അതായത് ഫൈനലായിട്ടൊരു ടൈറ്റ് ചെയ്യുമല്ലോ, ആ പരിപാടി ചെയ്യാൻ എന്നാണ് എൻ്റെ നിഗമനം. അടവെച്ച കല്ലൊക്കെ എടുത്ത് മാറ്റാം. ബാക്കി വണ്ടി സ്റ്റാർട്ടിങ്ങും വേറെ കുറച്ച് പരിപാടികളുണ്ട്. വണ്ടി വാഷ് ചെയ്യണം. ഫുള്ള് അഴുക്കായി കിടക്കുകയാണ്. അപ്പോൾ ഫുള്ള് വാഷ് ചെയ്യണം. അതൊന്നും ഇന്ന് ചെയ്താൽ ശരിയാവില്ല. അത് സമയമില്ലേ. ഇന്ന് ചെയ്താൽ എൻ്റെ സ്റ്റുഡിയോയിൽ പോക്ക് മുടങ്ങും. ഞാൻ ഫോണ് ഇങ്ങനെ തിരിച്ച് പിടിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നേരത്തെ സംസാരിക്കുക വലത് കൈയിൽ പിടിച്ച് പിടിക്കുമ്പോൾ ക്യാമറ ഇവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവിടെയാണ് നോക്കിപ്പോണത്. ക്യാമറ ഇവിടെ ഇരിക്കുന്നു.
ചിക്കൻ മേടിക്കാൻ വന്നു. ചിക്കൻ ഇതാ ഇന്ന് 89 രൂപ. കഴിഞ്ഞ ആഴ്ച ഈ സമയം 143 രൂപയായിരുന്നു. ചിക്കൻ വാങ്ങി. ചിക്കൻ ഇതാ ഇവിടെ തൂക്കം. ഇത് അവന്മാർക്കുള്ള കാലും തലയും വേസ്റ്റ്. ഇതിങ്ങനെ മടിയിൽ വയ്ക്കും. ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ഇറങ്ങി ഇതുവരെ ഇപ്പോൾ സമയം 2:45. ഇന്നലെ 11 മണിക്കാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. ഇപ്പോൾ 16 അവർ ഡയറ്റിൽ ഞാൻ നിൽക്കുകയാണ്. 3 മണിയായാലേ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പക്ഷേ ഇനി സ്റ്റുഡിയോയിൽ പോയി 3 മണിയാകുമ്പോൾ തിരിച്ച് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചാൽ അത് കുറച്ചുകൂടെ വീക്കാവും. ഇപ്പോൾ ആൾറെഡി വീക്കായി. രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. വീക്കായപ്പോൾ 15 മിനിറ്റ് ഉണ്ട് 16 മണിക്കൂറാണ്. അപ്പോൾ അതിന് മുമ്പ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കോഫി കുടിച്ച് സ്റ്റുഡിയോയിൽ പോയി 3 മുട്ട കൊണ്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ പറക്കത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി സമയമാകുമ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മുമ്പ് തൊട്ട് 20 രൂപയാണ് ഇപ്പം ഇവിടുത്തെ കോഫിയുടെ റേറ്റ്. സിറ്റിയിലോട്ട് ഒരുവിധം എല്ലാ കടകളിലും വില ആൾറെഡി കൂടിയിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ കൂടുന്നതേ ഉള്ളൂ. എന്നാലും കൂടി. അങ്ങനെ നമുക്കും കൂടി. നല്ലൊരു കോഫി. ഈ മാസം ഞാൻ ആസ് എ ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര കച്ചവടക്കാരനല്ല. ഞാൻ ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്. സ്വന്തമായിട്ട് തന്നെ മുതലാളി ഞാൻ, തൊഴിലാളി ഞാൻ എന്ന രീതിയിൽ ടാറ്റു ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസം കുറേ മാസമായിട്ട് വരുമാനം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞാൻ ഈ മാസം ഒരു ടാർഗറ്റ് ഇട്ട് 50,000 റുപ്പീസ് 50,000 റുപ്പീസ് എനിക്ക് വരവ് കയറണം. എങ്കിലേ എൻ്റെ EMI അങ്ങനെയുള്ള അടവുകളും വാടകയൊക്കെ കഴിഞ്ഞ് എനിക്ക് ലാഭം കിട്ടും. ലാഭം മീൻസ് കുറച്ചെങ്കിലും ലാഭം കിട്ടത്തുള്ളൂ. കാരണം എൻ്റെ EMIs തന്നെ ഈ ഒരു എമൗണ്ട് ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് 50,000 മിനിമം ഞാനൊരു പ്ലാൻ ഇട്ട് എന്നിട്ട് വർക്ക് തുടങ്ങി. ഈ മാസം ടാറ്റുവിന് ഓഫർ ഇട്ട് 50% ഓഫർ, ഫ്ലാറ്റ് 50% ഓഫർ. ആദ്യത്തെ കുറേ നാൾ ആരും വന്നില്ല. ചിലവ് എക്സ്പെൻസസ് മാത്രമുണ്ട്, വേറെ ആരും വന്നില്ല. പയ്യെ ആൾക്കാർ വരക്കാൻ തുടങ്ങി. ആൾക്കാർ വീണ്ടും വന്നു. ഒരാഴ്ച കഴിഞ്ഞ് 11,800 രൂപ കളക്ട് ചെയ്ത് രണ്ടാമത്തെ ആഴ്ച തുടങ്ങി 8, 9, 10, 11, 12 അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്കും 38ആയി. പിന്നെ അത് 48, 100ആയി, 49ആയി. 17-ാം തീയതി 19-ാം തീയതി അത് 58ആയി. 22-ാം തീയതി 71, 300ആയി. അപ്പോഴത്തേക്കും നമ്മളെ ടാർഗറ്റ് ക്രോസ് ചെയ്തു. 71, 300ആയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോവും കുറഞ്ഞേട്ടാ. അപ്പോൾ ഞാൻ തരുമെന്ന് വെച്ചാൽ വീണ്ടും ഓഫറിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഇട്ട്. അപ്പോൾ വീണ്ടും ആ തള്ളി കയറ്റം തുടങ്ങി. 90, 96 വരെ വന്നു. ഇതുവരെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒന്നിൻ്റെ അകത്ത് നിൽക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അഡ്വാൻസ് ബുക്കിംഗ് കൂടെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് 30-ാം തീയതി ആയപ്പോഴത്തേക്ക് 1,01,650 രൂപ. നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് അതിൻ്റെ ഇരട്ടി നേടി. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് വരുമാനം കുറഞ്ഞത് എനിക്ക് വേറെ കാരണം കൊണ്ടൊന്നുമല്ല. സമൂഹത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ടോ ആൾക്കാരെ പൈസ ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ നേരെ ബിസിനസ് ചെയ്തില്ല. എത്തേണ്ടവരുടെ കയ്യിലേക്ക് ഞാൻ എന്നെ എത്തിച്ചില്ല. അത് തന്നെയാണ് കാര്യമെന്ന് മനസ്സിലായി. ഇത് പക്ഷേ ഈ മാർച്ച് 6-ാമത്തെ വർഷമാണ് എൻ്റെ ടാറ്റു സ്റ്റുഡിയോ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 6-ാമത്തെ വർഷമാണ്. ഈ മാർച്ചിൽ ഇങ്ങനെ ഒരു തിരിച്ചറിവ് തന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പറഞ്ഞില്ലേ, ഉച്ചയ്ക്കൊരു 3 മുട്ടയാണ് നമ്മൾ ആഹാരമായിട്ട് എടുത്തുകൊണ്ട് വന്നത്, ഡയറ്റ് ആയതുകൊണ്ട്. പക്ഷേ മുട്ട ഇവിടെ ഇട്ട് കിറ്റിലിട്ട് അവിക്കാൻ നോക്കി, അത് വാടിയതേ ഉള്ളൂ. വല്ലാത്ത പ്രശ്നമായിപ്പോയി.
ഈ കൺസിസ്റ്റൻസിയിലുള്ള മുട്ടേനെ വാട്ടിയ മുട്ടയെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. കുട്ടിക്കാലത്ത് ഈ വാട്ടിയ മുട്ട എനിക്ക് ഇഷ്ടമേ അല്ല. അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ എനിക്ക് ഒരുമാതിരി തോന്നും. പക്ഷേ പിന്നീട് വലുതായപ്പോഴത്തേക്ക് വാട്ടിയ മുട്ടയിലെ ഈ മഞ്ഞക്കരുവിൻ്റെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകതരം ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ അമ്മ അവിച്ച് വെച്ചിരുന്ന ഒരു മുട്ടയും പ്ലസ് ഇവിടെ ഒന്ന് അവിച്ച് കഴിക്കാൻ വേണ്ടി 3 മുട്ടയും എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ലെവൽ കൊണ്ട് നമ്മളവിച്ചത് വാടിയതേ ഉള്ളൂ. അങ്ങനെ 3 വാടിയ മുട്ടയകത്താക്കി 1 അവിച്ച മുട്ടയകത്താക്കി. ഇന്നതാണ് എൻ്റെ ഈ ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ഉള്ള ഭക്ഷണം. നല്ല ഭക്ഷണം. കാരണം ഒരു മുട്ട എന്ന് പറയുമ്പോൾ 6 ഗ്രാം പ്രോട്ടീനാണ്. അപ്പോൾ 24 ഗ്രാം പ്രോട്ടീൻ്റെ അകത്താക്കി. വെരി ഗുഡ്. പക്ഷേ വിശപ്പ് തീരുന്നില്ലടേ. അങ്ങനെ വീട്ടിൽ പോയി വീണ്ടും ഒരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ കൂടെ ചിക്കൻ കറിയും സവാളയും പരിപ്പ് കറിയും കൂടെ തിന്നു. ഇതും പ്രോട്ടീൻ റിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ അച്ഛന് മരുന്ന് മേടിക്കാൻ പോയിട്ട് നമ്മുടെ എക്സസൈസ് ചെറിയ രീതിയിൽ എന്നും ചെയ്യാറുണ്ട്. ഇപ്പോൾ ആ സംഭവം ചെയ്തു. പക്ഷേ ഇന്ന് പതുപോലെ 10 എണ്ണം പോലും പോയില്ല. കാരണം ഇന്നലെ ഞാൻ ഇന്നലെ ഈ സാധനം ഞാൻ ചെയ്തില്ല. ഇതൊക്കെ ഡെയിലി ചെയ്താലേ പുരോഗമനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയി വരും. പണ്ട് എനിക്ക് ഭയങ്കര അഡിക്ഷനായിരുന്നു ഈ എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ കഴപ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. 200 grams of rice with the തൈര്, കാന്താരി മുളക്, കറി, കത്തിരിക്ക, തോരൻ, സാലഡ്, പുളിശ്ശേരി, മോരുകറി. എനിക്ക് ഏറ്റവും രുചികരമായിട്ടുള്ള പഴിഞ്ഞ ഭക്ഷണവും കഴിച്ച് ഇന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിച്ചു. എന്താ ടേസ്റ്റ്! ഇതിനെ വെല്ലാൻ ഒന്നിനും കഴിയില്ല സാറേ.